ഏവർക്കും ജോബ് സ്റ്റേഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള സർക്കാർ ഏറ്റവും പുതുതായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്ക് യാതൊരു തരത്തിലുള്ള അപേക്ഷാ ഫീസും കൂടാതെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി എന്നിങ്ങനെയുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷനൊക്കെ റെഗുലറായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ എത്രയാണെന്ന് നോക്കാം. 17,400 രൂപ മുതൽ 46,450 രൂപ വരെയായിരിക്കും ബേസിക് പേ ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് ബേസിക് പേ എന്ന് പറയുന്നത് 17,400 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് DA TA ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ സാലറി ഇനിയും കൂടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ വേക്കൻസികളുടെ എണ്ണം കൃത്യമായിട്ട് നൽകിയിട്ടില്ല. നിലവിൽ ആ സെക്ടറിൽ എത്ര ഒഴിവുകളുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് നിയമനം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് വരുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 44 വയസ്സ് വരെയാണ്. ഇതിൽ OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. അതായത് 49 വയസ്സ് വരെ SC/ST ഉദ്യോഗാർത്ഥികൾക്കും 47 വയസ്സ് വരെ OBC ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് യാതൊരു തരത്തിലുള്ള അപേക്ഷാ ഫീസും ആവശ്യമായിട്ട് വരുന്നില്ല. നമുക്കിവിടെ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ഏതെങ്കിലും ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ബിരുദമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് 2026 സെപ്റ്റംബർ 2-ാം തീയതി രാത്രി 12 മണി വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അവസരം ഉറപ്പായിട്ട് മിസ്സാക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും കൂടെ ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷനൊക്കെ റെഗുലറായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.